എറണാകുളം ജില്ലയിലാണോ നിങ്ങൾ വീട് നിൽക്കുന്നത് എങ്കിൽ കാക്കനാടിൽ നിന്നും 8 കിലോമീറ്റർ മാത്രം അകലെയായി കുഴുവേൽപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന 7 സെന്റിൽ 2940 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന മനോഹരമായ ഹൈ ക്വാളിറ്റിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 18ലെയും 19ലെയും പ്രളയം ബാധിക്കാത്തൊരു ഏരിയയിലാണ്. വീട് കാണുന്ന പോലെ ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി മനോഹരമായ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 10 കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 3.5 കിലോമീറ്റർ ദൂരത്തായാണ് ഈ കാണുന്ന വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ്. മനോഹരമായ ചുറ്റുമതിൽ കാണാം. ടെക്സ്ചർ വർക്കുകളും ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. 2 സൈഡിലും ഗേറ്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. 7 സെൻറ്റ് സ്ഥലം വരുന്നത് കൊണ്ട് തന്നെ 4-5 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു മുറ്റം ഈ വീടിൻ്റെ ഫ്രണ്ടിലായി ലഭിക്കുന്നുണ്ട്. ഇൻ്റർലോക്ക് കട്ടകളാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗാർഡൻ വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. 100% വാസ്തുശാസ്ത്രപ്രകാരമാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം ലഭിക്കുന്നുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ളൊരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. അങ്ങനെ നമ്മൾ ചുറ്റുഭാഗങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്ക് സൈഡിലെല്ലാം അത്യാവശ്യം നല്ല മുറ്റം ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലായാണ്. വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്കോട്ടാണ്. ഇവിടെയും ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയായി നല്ലൊരു വരാന്ത ലഭിക്കുന്നുണ്ട്. നല്ല ടൈലുകളും സ്റ്റോൺ വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയാണ് ഈ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഹാളിൽ നിന്നും ലിവിംഗ് ഹാളിൽ നിന്നും ഇങ്ങോട്ട് നമുക്ക് ഇറങ്ങാവുന്ന രീതിയിലൊരു ഡോറും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരാം. വടക്ക് ഭാഗത്തേക്കാണ് വീടിൻ്റെയും ഡോറിൻ്റെയും ഡയറക്ഷൻ വരുന്നത്. ഫ്രണ്ടിലായി ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വലിയൊരു സിറ്റ് ഔട്ടാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് തേക്കും ആഞ്ഞിലിയും പ്ലാവുമാണ്. സിംഗിൾ പാളിയോടുകൂടി വരുന്നൊരു ഡോറാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. ഡോർ തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിംഗ് ഹാളിലേക്കാണ്. നല്ലൊരു കോർണർ സെറ്റ് ഇട്ടിരിക്കാവുന്ന രീതിയിലുള്ളൊരു സ്പേസ് ഈ കാണുന്ന ലിവിംഗ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. വലിപ്പമാർന്ന വിൻഡോകൾ ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയാണ് ഈ ഒരു ലിവിംഗ് ഹാൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി നമുക്ക് കാണാം വലിപ്പമുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 5 അടി നീളവും 2.5 അടി വീതിയും വരുന്ന വലിപ്പമുള്ള ടൈലുകൾ തന്നെയാണ്. ഈ ഭിത്തിയിലായി നമുക്ക് കാണാം വാൾപേപ്പറും മൾട്ടിവുഡും വെച്ച് ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു TV യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ഇലക്ട്രിസിറ്റിക്കായി 3 ഫേസ് കണക്ഷനും ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ സ്വിച്ചുകളെല്ലാം ലെഗ്രാൻഡും വയറുകളെല്ലാം V-ഗാർഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഡൈനിങ് ഹാളിൽ വന്നെത്തി നിൽക്കുകയാണ്. അത്യാവശ്യം വിശാലമായൊരു ഡൈനിങ് ഹാൾ തന്നെയാണ്. നല്ല ഡബിൾ ഹൈറ്റോട് കൂടിയാണ് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ നിർമ്മാണം. വലിപ്പമുള്ള ഫിക്സഡ് വിൻഡോ എല്ലാം കൊടുത്താണ് ഈ ഒരു ഡൈനിങ് ഹാൾ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല രീതിയിലുള്ള വെളിച്ചം ലഭിക്കുന്ന രീതിയിലാണ് എല്ലാ ഭാഗവും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഈ ഒരു ഭിത്തിയിലായി ചെറിയൊരു ആർട്ട് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലെ ഹോളിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് നല്ല രീതിയിൽ വ്യൂ കിട്ടുന്ന രീതിയിലാണ് ആ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറെല്ലാം കൊടുത്ത് മനോഹരമാക്കിയാണ് ആ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിങ്ങിൽ വരുന്ന മാറ്റ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഭിത്തിയിലായി ടൈൽ വർക്കുകളോടുകൂടി വരുന്ന നല്ലൊരു ഡിസൈൻ വർക്കെല്ലാം കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയാണ് അത് വരിക. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയ സ്പേസ് തന്നെയാണ്. ഫുൾ കവേർഡോടുകൂടി വരുന്ന വർക്ക് ഏരിയ തന്നെയാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമുകളിലേക്കാണ് പോവേണ്ടത്. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ ചെറിയൊരു സ്റ്റഡി യൂണിറ്റും നമുക്ക് കാണാൻ കഴിയും.
ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ബെഡ്റൂമാണ്. നല്ല രീതിയിലുള്ള പെയിൻറ്റിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ബെഡ്റൂമുകളിലൊന്നും സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടില്ല. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. സെറയും ജാഗോറുമാണ് ബാത്റൂം ഫിറ്റിംഗ്സിനും സാനിറ്ററീസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായാണ്. ഇത് ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇതിനും കബോർഡ് വർക്കുകളെല്ലാം നമുക്ക് കാണാൻ കഴിയും. എറണാകുളം ജില്ലയിൽ എല്ലാ ഭാഗത്തും ഞങ്ങൾ വീടുകൾ ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഇതിൻ്റെ ബാത്റൂമും അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് ഹോളിലേക്ക് തന്നെ വരാം. ഇവിടെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റഡി യൂണിറ്റ്. ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ നല്ലൊരു ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമാക്കിയാണ് അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഹാൻഡിലിനായി ടഫൻ ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും കാണാം. സ്റ്റെയർ കേസിൻ്റെ ഭിത്തിയിലായി നല്ല രീതിയിലുള്ള വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം. നേരെ കയറി വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോളിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൈനിങ് ഹോളും ലിവിങ് ഹോളിൽ നിന്നും ഡബിൾ ഹൈറ്റോട് കൂടി വരുന്നത് കൊണ്ട് തന്നെ മുകളിൽ നിന്നും നല്ല രീതിയിലേക്ക് താഴത്തേക്ക് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് എല്ലാം കവർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വിശാലമായൊരു ഹോള് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമാണ് നമുക്ക് ലഭ്യമാവുക. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് ചെല്ലാം. ഇതും അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഏകദേശം ഒരു 135 സ്ക്വയർ ഫീറ്റ് ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇതിനും വലിപ്പമുള്ള വിൻഡോയും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം ഇവിടെയും നമുക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാ ബാത്റൂമിലും കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകാനുള്ളത്. അതിനു മുന്നേ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. കാക്കനാടിൽ നിന്ന് അല്പം മാറി കുഴുവൽപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന 7 സെൻറ്റിൽ 2940 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,40,00,000 രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.